ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയിൽ 2024 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. LGS ലെവൽ എക്സാമുകളിൽ വന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടുകൾ വരുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടുകൾ. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, അത് മലനാടിലാണ് വരുന്നത്, ഇടനാടല്ല. ഓക്കെ. ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, അത് തെറ്റാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവുമാണ് വനങ്ങൾ. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്, 42% ഇടനാട്, തീരപ്രദേശം 10%. അത് ഓർത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോടാണ്, ചീയപ്പാറ ഇടുക്കിയാണ്, പാലരുവി കൊല്ലത്താണ്, വാഴച്ചാൽ എവിടെയാണ്? പത്തനംതിട്ടയല്ല, തൃശ്ശൂരാണ്. പത്തനംതിട്ട ജില്ലയിൽ വരുന്നൊരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി, വാഴച്ചാലൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഇത് എല്ലാം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. അത് ശരിയാണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. 3ഉം 4ഉം തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റായത് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടല്ല, പെരിയാർ വന്യജീവി സങ്കേതമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി അല്ല, ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. ഇതിൽ 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽത്തീരമില്ലാത്ത ജില്ല ഏത്? കോട്ടയം. കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? 5എണ്ണം ഉണ്ടല്ലേ. പത്തനംതിട്ട, പാലക്കാട്. വെച്ചിട്ട് പാലക്കാടും പത്തനംതിട്ടയും, പിന്നെ വയനാട്, ഇടുക്കി, കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. NW3 അല്ലേ. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് തെറ്റാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് NW3 അറിയപ്പെടുന്നത്. അതായത് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെയാണ് NW3 കടന്നു പോകുന്നത്. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. മലനാടിൽ താപനില വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു. 680 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. അത് തെറ്റാണ്. 4ാമത്തത്. 1ാമത്തെ ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, 550 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. അത് തെറ്റാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. അത് ശരിയാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട. ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെങ്കിൽ ശാസ്താംകോട്ട കായൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. തെറ്റാണ്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ ഏതാണ്? വരയാടുകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. ശരിയായ പ്രസ്താവന ഏതാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണ്. അത് തെറ്റാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്താണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി.